ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ. ഇല്ല, ഞാൻ വിടില്ല. വിടണമെങ്കിൽ താനിതാരോടും പറയില്ലെന്ന വാക്ക് എനിക്ക് തന്നേ പറ്റൂ. ഇത് ഞാൻ പറയും. ഹിമ, ഈ എൻഗേജ്മെന്റ് നടന്നേ പറ്റൂ. ഈ വിവാഹം നടക്കണം. അല്ലെങ്കിൽ ഈ വിവാഹം നടക്കണ്ട, എൻഗേജ്മെന്റ് നടക്കണ്ട. തന്നെ പോലെ ഒരുത്തനെ എനിക്ക് എല്ലാവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തേ പറ്റൂ. ഇതാണോ തന്റെ അമേരിക്കൻ കൾച്ചർ? ഇതിനാണോ താൻ ഇത്രയ്ക്ക് വിദ്യാഭ്യാസം നേടിയേ? നാണം കെട്ടവൻ. അച്ഛൻ്റെ അടുത്തേക്ക് പറയുന്നൊന്ന് കേൾക്ക്. പറ്റണം. മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നിന്നെ അനുസരിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഇത് ഞാൻ എല്ലാവരെയും അറിയിക്കും. ഇനി പയ്യനെ വിളിച്ചോളൂ. സൂര്യ, പോയി രഞ്ജിത്തിനെ കൂട്ടിക്കൊണ്ടുപോവാ. എന്തിനാ ഞാൻ പോകുന്നു? പിന്നെ നീയല്ലാതെ ഇതൊക്കെ അളിയന്മാരുടെ അവകാശല്ലേ? നീ തന്നെയാ ചെന്ന് കൂട്ടിക്കൊണ്ടുവരേണ്ടത്. പോയിട്ട് വാ സൂര്യ. എന്തിനാ സാർ തർക്കിക്കുന്നത്? ഒന്ന് പോയി വിളിക്കാൻ അധിക സമയം വേണോ? നല്ല ഒരുത്തനായിരുന്നെങ്കിൽ എനിക്ക് പോയി വിളിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ അവനെപ്പോലെ ഒരുത്തനെ എന്താ സാർ ഇങ്ങനെ? രഞ്ജിത്ത് സാറിന് ഒരു കുഴപ്പമില്ല. സാർ നല്ലവനാണ്. ഒരാളെ വിശ്വസിച്ച് തുടങ്ങിയ പിന്നെ അയാളെ ഒന്നും പറയാൻ താൻ സമ്മതിക്കില്ലല്ലോ. താൻ നോക്കിക്കോ, ഒരിക്കലും അവൻ കുഴപ്പക്കാരാണെന്ന് താൻ തിരിച്ചറിയാം. ഇപ്പൊ പോയി വിളിച്ചോണ്ടോ ചെല്ലേട്ടാ. ചെല്ലേട്ടാ ഇപ്പൊ കറക്റ്റ്. എങ്കിൽ പിന്നെ ഏട്ടൻ പോയി അളിയനെ വിളിച്ചോണ്ട് വരാം. കേട്ടോ മോളെ? പറഞ്ഞതല്ലേടി.
ഒന്നുമില്ല സാർ, ജനറേറ്ററിൻ്റെ ഒരു പൈപ്പ് എടുക്കണമായിരുന്നു വണ്ടിയിൽ നിന്ന്. നീ അതിൻ്റെ ആളാ? അതെ സാർ. ചെല്ല്, പോ.